വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് നമ്മൾ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയാണ് കണ്ടത്. കുറേ നാളുകളായിട്ട് ഇതിൻ്റെ റിലീസിങ് പല കാരണങ്ങളാൽ മാറ്റിവെച്ചു ഇങ്ങനെ കൊണ്ടുപോയി ഒടുവിൽ സിനിമ റിലീസായി. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ പുരുഷപക്ഷ സിനിമ എന്ന് ഞാൻ പറയും. കാരണം റീസെൻ്റായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിനിമകളും ഈ ഏരിയയിൽ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ശരിക്കും ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ബട്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം പറയാൻ കുറച്ച് കൂടുതലുണ്ട്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുരുഷപക്ഷം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു വിവാഹമോചന കേസുമായിട്ട് നമ്മളൊരു ഫാമിലി കോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിചയപ്പെടേണ്ടി വരുന്ന കുറേ മനുഷ്യരുണ്ട്. ആ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീയുടെ പക്ഷത്താണ് എപ്പോഴും ന്യായം, സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പലപ്പോഴും നിസ്സഹായരായി പോകുന്ന പുരുഷന്മാരെ ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങളായിരിക്കാം. സോ അത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസ് നമ്മളെ ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള കുറേ മനുഷ്യരുടെ ജീവിതങ്ങളും ഏതൊക്കെ തരത്തിൽ മാറി മറിയുന്നു എന്നുള്ളതാണ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട എലമെൻറ്റ്. സിൻസിയർലി ഇനി സിനിമയുടെ ഒരു ഡീറ്റെയിലിങ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സേതുനാഥ് പത്മവുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ വളരെ നൈസാണ്. എന്താണ് പുള്ളി എഴുതിയിരിക്കുന്നത്, ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ആണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പറയേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ പ്ലോട്ട് എന്താണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഡീറ്റെയിലിങ്ങോടുകൂടി, അത് വെറുതെ അവിടെ ഇവിടുന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് പ്ലേസ് ചെയ്യല്ല, കൃത്യമായ ഡീറ്റെയിലിങ്ങോടുകൂടി ആ കഥയെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുള്ളിക്കാരൻ പൊള്ളിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് റിയലിസ്റ്റിക് ആക്കാതെയും എന്നാൽ ഒരുപാട് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് കുത്തിക്കയറ്റാതെയും കറക്റ്റായിട്ട് അതിനൊരു സെറ്റിൽ മോഡ് പിടിച്ച് അതിനെ കൃത്യമായിട്ട് കൊണ്ടുചെന്ന് എന്നാൽ ഓഡിയൻസിനെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ പുള്ളിക്കാരന് സാധിച്ചിട്ടുണ്ട്. ഇനി പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലി എന്താണ്, നിങ്ങൾ ഓരോ പടം കഴിയുമ്പോഴും നിങ്ങളിങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ടുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എലമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഈ പണ്ടൊക്കെ നമ്മളെപ്പോഴും പറയും, ഓൾറെഡി പല റിവ്യൂവേഴ്സും പറഞ്ഞിട്ടുള്ളൊരു പോയിൻറ്റുമാണ്, മമ്മൂട്ടി കരയുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ കരയുമ്പോൾ നമുക്കൊരു വിങ്ങൽ വരും. ഇപ്പോൾ എനിക്കത് ആസിഫ് അലി വിങ്ങുന്ന കാണുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ജെന്യുവൻലി ഞാൻ പറയുന്നുണ്ട്. കാരണം ആ മനുഷ്യൻ അത്രയും, ഇപ്പോൾ നമ്മൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അനുരാഗ് കരികിൻ വെള്ളത്തിനകത്ത് കവാലം മുളക് ഒരു അടി കിട്ടിയിട്ട് ഇങ്ങനെ ഒരു കണ്ണുനിറയിലുണ്ട്. ആ പരിപാടിയൊക്കെ ആ ഒരു സാധനമൊക്കെ കാണുമ്പോൾ അത്രയും നാച്ചുറലാണ്, റിയലിസ്റ്റിക്കാണ്. ഈ മനുഷ്യൻ ഇതിനകത്തും അതുപോലത്തെ ഒരു കരച്ചിലുണ്ട്. കരയുമ്പോൾ നമുക്കൊരു പെയിനുണ്ട്. സോ അത് അങ്ങേർക്ക് ആ ഒരു കഥാപാത്രം ആ മനുഷ്യൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്തെ സഹദേവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ അദ്ദേഹം ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നൈസായിരുന്നു. പിന്നെ വരുന്ന അസീസ് നെടുമങ്ങാട്, അതുപോലെ തന്നെ ആനന്ദ് മന്മഥൻ, ഇവരുടെ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര നൈസാണ്. സാധാരണ വളരെ വലിയ ലോകങ്ങളൊന്നും ഇല്ലാത്ത രണ്ട് സുഹൃത്തുക്കൾ, അവരുടെ ഒരു ഏരിയ, ആ ഏരിയയിൽ ഉണ്ടാകുന്ന ചെറിയ ചെളി തമാശകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിജയകുമാർ ഹെൻറി വക്കീലായിട്ട് എത്തുന്ന റെക്സ് എന്ന് പറയുന്നൊരു കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. പുള്ളിക്കാരനെ നമ്മളെ പഴയ ശമ്പോണ്ണായി, ഇപ്പോൾ എന്താ പറയുന്നത്, ചീറ്റിംഗ് സ്റ്റാർ എന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് പുള്ളി ചീറ്റ് ചെയ്തിട്ടില്ല. വളരെ നല്ല ഒരു ലോയറിൻ്റെ ഒരു കഥാപാത്രം പുള്ളിക്കാരൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആരായിരുന്നേ, നായികയായിട്ട് എത്തിയിരിക്കുന്ന പെൺകുട്ടിയുടെ പെർഫോമൻസ് എനിക്ക് പേര് ഓർക്കുന്നില്ല, പുള്ളിക്കാരുടെ പെർഫോമൻസ് നൈസായിരുന്നു. അതുപോലെ തന്നെ വക്കീലായിട്ട് എത്തിയിരിക്കുന്നൊരു പെൺകുട്ടിയുണ്ട്, അവരുടെ പെർഫോമൻസ് നൈസാണ്. പിന്നെ ജഗദീഷ് ഏട്ടൻ ക്യാരക്ടർ വളരെ നൈസായിട്ട് പെർഫോം ചെയ്തു. വളരെ കുറച്ച് ഏരിയാസേ ഉള്ളൂ, അതൊക്കെ വളരെ നൈസാണ്. പിന്നെ അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ കുറച്ച് പോർഷൻ, പക്ഷേ അത് നൈസായിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു. ആ ഇമോഷൻ കറക്റ്റായിട്ട് വർക്കായി പോയി. സോ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ജയഹീം അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീപക്ഷ സിനിമകൾ ഒരുപാട് ഇറങ്ങുമ്പോൾ അതൊക്കെ കണ്ട് നേരെ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാവ് എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ഓരോരുത്തരും ഇതുപോലുള്ള ചെറിയ സിനിമകൾ, പ്രത്യേകിച്ച് പുരുഷപക്ഷം കൂടെ പറയുമ്പോൾ അതുകൂടെ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അത്രയും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടണം. ഈ സിനിമയിൽ പറയുന്ന പോലെ ഈ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അതെല്ലായിടത്തും തുല്യതയല്ലേ വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു പക്ഷം മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുക, മറ്റേ പക്ഷത്തിനെ കുറിച്ച് പറയുമ്പോൾ അയ്യേ ഇത് ഞങ്ങളെ കളിയാക്കുന്നൊരു പരിപാടി ആയിപ്പോയല്ലോ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു സിനിമയെ നിങ്ങളൊന്ന് നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ വളരെ നൈസായിരുന്നു. ഒരു ചെറിയ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പറയേണ്ട പൊളിറ്റിക്സ് കൃത്യമായിട്ട് പറഞ്ഞ് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള നൈസ് തിരക്കഥയോടുകൂടി തന്നെ ഒരു സിനിമയെ പൂർണ്ണമായിട്ട് അവർ
നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രോഡക്റ്റൊക്കെ എത്തിച്ചിട്ടുണ്ട്. സോ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക. കാരണം ഇത് ഒരു കാണാതെ വിലയിരുത്തലിന് വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ മുതിരരുത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണുക. ഇത് നേരിട്ട് അനുഭവിച്ചവരുടെ അനുഭവങ്ങൾ കൂടെ കേട്ടതിന് ശേഷം ഇങ്ങനെ ഒരു സിനിമ കൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. നേരിട്ട് അവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. റോസിംഗ് വേണ്ടി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും